ഞാൻ വീഡിയോ അങ്ങനെ ഇടാറില്ല. എനിക്ക് ഇതിനെ കുറെ മിസ്റ്റേക്കുകൾ പറയാൻ അറിയില്ല. ആരും അറിയില്ല ഞാൻ പറയുന്നത്. അതൊരു ഫ്രണ്ട് നാട്ടില് ആള് തമിഴ്നാണ്. അവിടെ കേരളയിൽ വന്നിട്ട് പണിക്ക് വന്നതായിരുന്നു KCB-യിൽ. അവിടെ വെച്ചിട്ട് കിഡ്നി രണ്ടും ഫെയിലായി പോയി. രണ്ട് കിഡ്നിയും കംപ്ലൈൻറ്റ് ഫെയിലായി പോയിട്ട് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അവൻ എൻ്റെ അടുത്ത് സഹായിക്കാൻ പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ഓരോന്ന് നീങ്ങിയിട്ടാണ് പോകുന്നത്. പറ്റാണ് ഇത് പറഞ്ഞ സോഷ്യൽ മീഡിയയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അത് എനിക്ക് പറ്റുന്നത് ഞാനിത് വീഡിയോ ആക്കുന്നത്. അപ്പൊ അവൻ തന്ന രേഖകള് മൊത്തം ഞാൻ അതിൽ ചെയ്യുന്നുണ്ട്. അവൻ രണ്ട് കിഡ്നി ഫെയിലായി പോയി. അപ്പൊ അത്ര അധ്വാനിക്കുന്ന തമിഴനാണ്. അധ്വാനം പറഞ്ഞാൽ അധ്വാനിച്ച് ജീവിക്കണ. അപ്പൊ അവൻ രണ്ട് കിഡ്നി ഫെയിലായി പോയി. അതില് അവൻ അമ്മയുടെ കിഡ്നി വെച്ചു. അത് എന്നിട്ട് വർഷം അതും പോയി, അതും ഫെയിലായി പോയി. വേറൊരു ചേച്ചി കിഡ്നി കൊടുക്കാൻ പറഞ്ഞു. അതിന്റെ ഫുൾ ടെസ്റ്റുകളും കഴിഞ്ഞു. അപ്പൊ അതിന് എത്ര എമൗണ്ട് അവന് വേണം. അപ്പൊ അവന് ഉള്ളതെല്ലാം കൊടുത്തിട്ട് ഇനിയപ്പോ അവന് വേറെ സ്റ്റേജ് ആൾക്കാർ നമ്മളുള്ളവര് അറിയുന്നവര് സഹായിക്കുക ഈ സോഷ്യൽ മീഡിയയിൽ. ഞാനിപ്പോ ഒരു വീഡിയോ എന്റെ ഫേസ് ചെയ്ത്. നമസ്കാരം ചേട്ടാ, ഞാൻ അവിടെ കേരളത്തിലാണ് പണിയെടുത്ത് ഒരു 7-8 കൊല്ലத்துக்கு മുമ്പ് അവിടെ വെച്ചാണ് വലിയ കടന്തൽ കടിച്ചിട്ട് 2 കിഡ്നി ഫെയിലിയറായി പോയി. പിന്നെ ഇവിടെ നാട്ടിൽ വന്നിട്ട് 10-15 ലക്ഷം രൂപ ചിലവാക്കി എൻ്റെ അമ്മാவோட ഒരു കിഡ്നി എടുത്ത് വെച്ച് അപ്പം അത് ഫെയിലിയറായി പോയി ചേട്ടാ. ഇപ്പോൾ പിന്നെ ഡയാലിസിസ് ഇതാണ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. പിന്നെ അടുത്ത് എൻ്റെ ചേച്ചി വേറെ കിഡ്നി തരാണ് പറഞ്ഞിരിക്കുന്നത് ചേട്ടാ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറേ ടെസ്റ്റ് എടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട കുടുംബമാണ്. ഇപ്പോൾ അടുത്ത ലാസ്റ്റ് ടെസ്റ്റുക്ക് വേണ്ടിയാ ഇരിക്കണേ. அதுக்கு ஒரு 45,000 வரை அவசியம் ചേട്ടാ. ഇവിടുത്തുള്ള ആരും സഹായവും ചെയ്ത് കൊടുത്തിരിക്കണ് കുറേ വരും. അപ്പോൾ ആ പൈസവും തകഞ്ചില്ല. അതുകൊണ്ട് ചേട്ടങ്ങളെല്ലാം പറ്റുന്ന സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റണമെങ്കിൽ ചെയ്ത് കൊടുക്കുക ചേട്ടാ. എത്രയും ജനുവൻ കാര്യമായ കാരണം ഞാനിത് വീഡിയോ ഇടുന്നത്. ഞാൻ ഇങ്ങനെ ഇടാറില്ല. ഞാൻ പോയി പറയുന്നതിൽ കുറെ തെറ്റുകളൊക്കെ ഉണ്ടാവും. എനിക്കറിയില്ല. എനിക്ക് നമുക്ക് പറ്റാവുന്നത് ഇപ്പൊ എല്ലാരും സോഷ്യൽ മീഡിയ ആയിട്ട് കാര്യങ്ങൾ പോകുന്നു. അത് കാരണമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അതിൽ തെറ്റുകൾ പറയുന്നത്, അതിൽ തെറ്റുകൾ ഉണ്ടാവും. അതൊക്കെ ക്ഷമിക്കുക. അത്രയും ഒരു ജീവനാണ്, ഒരു ജീവൻ അറിയുന്നവര്. അപ്പൊ എനിക്ക് പറ്റുന്നത് ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. അപ്പൊ നിങ്ങളത് ലൈക്കൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. പരമാവധി ഷെയർ ചെയ്യുക. പറ്റാവുന്നവര് ഇതിൽ സഹായിക്കുക. എത്രയാണെങ്കിലും 100 എത്രയായാലും മറ്റന്നെയാണ് അവർക്ക് ആ എമൗണ്ട് ആവശ്യം എന്ന് പറഞ്ഞത്. 40 സംതിങ് ആണ്. 50,000 അടുത്ത് എന്തിനാ അവർക്ക് ആവശ്യമുണ്ട്. 1.5-2 ലക്ഷത്തിനടുത്ത് ചെലവായിട്ട് പിന്നെ അവർക്കൊരു കാർഡ് അവന് ശരിയായി കിട്ടണം. അപ്പൊ ഈ ഒരു ടെസ്റ്റ് കഴിഞ്ഞാലാണ്. അപ്പൊ അതിന് ഇത്ര 50,000 48 രൂപ അത്ര ഒരു പോരായി പൈസന് ആവശ്യം മറ്റന്നേക്ക്. അതാണ് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഇടാൻ കാരണം. ഞാനിത് കുറെ മിസ്റ്റേക്കുകളുണ്ട് പറയുന്നതിൽ. എനിക്ക് അറിയില്ല കാര്യങ്ങൾ പറയാൻ. നല്ല ഇട്ടുന്നത് അത് തോന്നി. ഇപ്പൊ കിട്ടാ അങ്ങനെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്താലോ അങ്ങനെ അവൻ പറ്റാവുന്നത് അങ്ങനെ എന്റെ പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് അത്ര പറയാനുള്ള അതൊന്നല്ല. ഞാൻ ഇടാറില്ല. എനിക്ക് ഫേസ് ഇട്ടിട്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യാൻ അറിയില്ല. എന്നാലും ഒരു ചെയ്യണം. നിങ്ങളെല്ലാരും കൂടിയിട്ട് തമിഴ് അറിയുന്നവർക്കും എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക. 2 കിഡ്നി ഫെയിൽ ചെയ്ത ആള് അധ്വാനിക്കുന്ന മെയിനാണ്. KCB-ക്കും ആൾക്ക് ജീവൻ നമ്മളായിട്ട് പറ്റാണ്ട് സഹായം ചെയ്തു കൊടുക്കുക. അത്ര ഞാൻ പറയാറ്. അപ്പൊ എല്ലാരും ബൈ. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഫോളോവേഴ്സും അതൊന്നും കുറവാണ്. പിന്നെ എൻ്റെ കയ്യിൽ അധികം ഷെയറിങ് ഒന്നും ഇല്ല. അപ്പൊ എൻ്റെ ചേട്ടനാണ് ലൈറ്റ് ആൻഡ് സൗണ്ട്. അപ്പൊ ആളെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇടുക. അപ്പൊ എല്ലാരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് തരണം. പറഞ്ഞ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ട്, എനിക്കറിയില്ല കാര്യങ്ങൾ പറയാം. അത് കാരണം എന്നാലും ഞാൻ ഇടുന്നതാണ്. നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് പോവുക, സപ്പോർട്ട് ചെയ്യുക. ഒരു ജീവനാണ്. അപ്പൊ നിങ്ങള് എല്ലാരും ഈ കാണുന്നവര് പരമാവധി ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ലൈക്ക് എന്നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളിത് ആൾക്കാർക്ക് അറിയിക്കുക, ആൾക്കൊരു സഹായം കിട്ടണം. പത്രം മാത്രമല്ല. അപ്പൊ അത് സെറ്റാക്കി തരണം എല്ലാരും. പറ്റാവുന്നത് ഒരു 100
അങ്ങനെ വെച്ചിട്ട് ഷെയർ ചെയ്ത് പോയി അത്രയിലും ബാങ്ക് ഡീറ്റെയിൽസും എല്ലാ അടിയിലും ഇട്ടുണ്ട്. ഇതിനോട് കൂടെ ഹോസ്പിറ്റലിലുള്ളതും എല്ലാ രേഖകളും കൂടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങള് അവനും നമ്പറും ഉണ്ട്, എല്ലാവരും പേര് കംപ്ലീറ്റ് അതൊന്നും പേര് ഞാൻ ഇപ്പൊ ഇതിൽ എല്ലാ ഇതിലുണ്ട്. തമിഴ്നാട്ട് എവിടെയാണ് സ്ഥലം എല്ലാ രേഖകളും ഇതിലിടാം. അപ്പൊ നിങ്ങൾ പറ്റാവുന്നതൊരു ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക, അത് മാത്രം പറയാതെ എനിക്ക് പറ്റാവുന്ന ഞാൻ ചെയ്യാം. എനിക്ക് നിങ്ങൾ സെറ്റാക്കി ഓക്കെ ആക്കി സെറ്റാക്കി തരണം. അപ്പൊ എല്ലാവരോടും നന്ദി പറഞ്ഞ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കും.